ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനി 30 ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങി. മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് പരിഗണിച്ചാണ് ജയിൽ വകുപ്പിന്റെ നടപടി. വ്യവസ്ഥകൾ ലംഘിച്ച് സുനിക്ക് പരോൾ അനുവദിച്ചത് എന്ന ആരോപണമാണ് കെ രമ MLA ഉന്നയിക്കുന്നത്. വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനും ജയിൽ മേധാവി 30 ദിവസത്തെ പരോൾ അനുവദിച്ചു. പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഈ 2 കേസുകളിലും ജയിൽ മേധാവി പരോൾ അനുവദിച്ചത് എന്നതാണ് ശ്രദ്ധേയം. സർക്കാരും പാർട്ടിയും ടി.പി. കേസ് പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും വഴിവിട്ട സഹായങ്ങൾ നൽകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കൊടിസുനിക്ക് ജയിൽ വകുപ്പ് പരോൾ നൽകിയത്. പരോൾ ഉത്തരവ് കിട്ടിയതോടെ തവനൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്ന കൊടിസുനി പുറത്തിറങ്ങി. 5 വർഷത്തിന് ശേഷമാണ് കൊടിസുനി ജയിലിന് പുറത്തിറങ്ങുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ മേധാവിക്ക് കത്തു നൽകി. ഇത് പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. ജയിലിൽ കഴിയുമ്പോൾ മറ്റു കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നിഷേധിച്ചിരുന്നു. ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുതെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അസാധാരണ നടപടിയെന്ന് കെ രമ MLA. 1 മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെൻറ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക? അപ്പോൾ വളരെ സംശയാസ്പദമാണ്, അസാധാരണമായ ഒരു സാഹചര്യമാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ 10 വർഷം തടവ് ശിക്ഷ വിധിച്ച കിരൺകുമാർ നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിസ്മയയുടെ പിതാവ്. ഇന്ന് എന്നെ സംബന്ധിച്ചോളം ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഉണ്ടായത്. കാരണം കിരണ് ഈ പരോള് കിട്ടിയെന്ന് തന്നെ പറയുന്നത് എങ്ങനെ കിട്ടിയെന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണത്തിന് അത്യാവശ്യമായിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് വരെ തള്ളിയിട്ടാണ് ജയിൽ DGP അവന് പരോള് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഏതർത്ഥത്തിലാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മളെ നിയമ സംവിധാനത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് DGPക്ക് അങ്ങനെ ഒരു അധികാരമുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്ങനെ അവനിത് കൊടുത്തെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് അന്വേഷണിച്ച് നോക്കുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ട് കിരണിന് എതിരായിരുന്നു. എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു. പിന്നീടാണ് ജയിൽ മേധാവി അപേക്ഷ പരിഗണിച്ച് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. ഭൂരിഭാഗം പരോൾ അപേക്ഷയിലും പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് ജയിൽ വകുപ്പ് തീരുമാനമെടുക്കാറ്. എന്നാൽ ഈ 2 സംഭവങ്ങളിലും പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ജയിൽ മേധാവി പരോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ അസ്വാഭാവികമുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ.